വാർത്തകളിലേക്ക് വിശദമായി. സിൽവർ ലൈനിൽ പ്രതിഷേധം ശക്തം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം. മലപ്പുറം തിരൂരിലും ചോറ്റാനിക്കരയിലും സിൽവർ ലൈൻ കല്ലുകൾ പിഴുതെറിഞ്ഞു. ഇന്നലെ പ്രതിഷേധമുണ്ടായ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും കോഴിക്കോട് കല്ലായിയിൽ കെ സുരേന്ദ്രനും സന്ദർശനം നടത്തി. ഞങ്ങളെ സ്ഥലം വിട്ടേ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ തോന്നുമ്പോ വരെ ഓരോ കുറ്റക്കൊന്നും പറ്റൂല. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ സമരം വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. മലപ്പുറം തിരൂരിലും എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലുമാണ് ഇന്ന് പ്രതിഷേധം അലയടിച്ചത്. തിരൂർ വെങ്ങലൂരിൽ പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് ജുമാ മസ്ജിദിന്റെ പറമ്പിൽ കല്ലിടുന്നത് ഒഴിവാക്കി. വീടുകളിൽ സർവേ കല്ലുകൾ സ്ഥാപിച്ചെങ്കിലും നാട്ടുകാർ പിഴുതെറിഞ്ഞു. ചോറ്റാനിക്കരയിൽ നാട്ടുകാരുടെയും കോൺഗ്രസ് BJP പ്രവർത്തകരുടെയും നേതൃത്വത്തിലായിരുന്നു സമരം. കഴിഞ്ഞ ദിവസങ്ങളിൽ പാടത്ത് സ്ഥാപിച്ച സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് കല്ലിടിയിലിന് ഉദ്യോഗസ്ഥർ എത്തിയില്ല. പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് നടപടിയുണ്ടായ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശനം നടത്തി. മഞ്ഞക്കല്ലുമായി വന്നാൽ ഇതുവരെ കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്യണമെന്ന് മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാത്ത പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് സ്ഥലമേറ്റെടുക്കൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളെ ഇപ്പൊ നേരിടുന്ന അതേ രീതിയിൽ തന്നെ തുടർന്നും നേരിടും. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. പിണറായി വിജയന്റെ അഹന്തയുടെ കല്ല് ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് വെക്കാൻ നമ്മൾ അനുവദിക്കരുത്. സിൽവർ ലൈനെതിരെ പ്രതിഷേധം നടന്ന കല്ലായിയിൽ കെ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. വളരെ സമാധാനപരമായിട്ടാണ് ഇപ്പോ ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അതൊരു ദൗർബല്യമായിട്ട് സർക്കാരും പോലീസും കണക്കാക്കരുത്. ഈ പാവങ്ങളെല്ലാം സംഘടിപ്പിച്ച് വലിയ തോതിലുള്ള ബഹുജന സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.